അന്ന് ലാൽ അതിന് കാണിച്ചിട്ടുള്ളൊരു, എനിക്ക് തോന്നുന്നില്ല അത് വേറൊരു നടന അത് ആ രീതിയിൽ അന്ന് അത് ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന്. കാരണം ഞങ്ങൾ എന്താവശ്യപ്പെട്ടാൽ ഇത് ഈ ഒരു മല കയറണം, അല്ലെങ്കിൽ ഇതിൻ്റെ പാറയുടെ മുകളിൽ നിന്നും താഴേക്ക് ചാടണം, അതിന് ആ റിസ്കിനൊന്നും യാതൊരു ഇതും കൊടുക്കാതെ എൻ്റെ ത്യാഗരാജൻ മാഷായിരുന്നു, അദ്ദേഹത്തിനോടൊപ്പം ചേർന്നിട്ട് ആ സീനുകൾ എത്ര മനോഹരമാക്കാമോ അതിനുവേണ്ടി അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നും ആ സിനിമ കാണുമ്പോൾ പലരും എന്നെ വിളിച്ച് അഭിനന്ദിക്കുന്നതും അതിൻ്റെ ഒരു പേരിൽ അനിൽ എന്നുള്ള സംവിധായകനോടൊപ്പം ദൗത്യം എന്നൊരു പേര് കൂടെ ചേർത്ത് വെക്കാൻ കഴിഞ്ഞതും അത്തരം ഒരു ചിത്രം നിർമ്മിക്കാൻ കഴിഞ്ഞതിൽ സംവിധാനം ചെയ്യാൻ കഴിഞ്ഞതും എൻ്റെ ഒരു വലിയ ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. ചെയ്തിട്ട് ലാലിന് അതിന് വേണ്ട പ്രാക്ടീസ് കൊടുത്തിട്ടാണ് ആ ഫൈറ്റ് അന്ന് അതത്ര പോപ്പുലർ അല്ല അന്നിവിടെ. കാരണം ചില ഒളിമ്പിക്സ് ഇതിൻ്റെയൊക്കെ സ്പോർട്സിൻ്റെ ഇടയിൽ മാത്രം അത്തരം സാധനങ്ങൾ കണ്ടിരുന്നുള്ളൂ. അപ്പോൾ അത് ഇതിനകത്ത് ഉൾപ്പെടുത്തണമെന്നും അത് പ്രത്യേകമായൊരു പ്രാക്ടീസ് ആവശ്യമാണെന്ന് വന്നപ്പോൾ ലാലത് ചെയ്യാനും കാണിച്ചൊരു ഉത്സാഹവും മറ്റുമൊക്കെ ഇന്നിപ്പോൾ ആലോചിക്കുമ്പോൾ വളരെ സന്തോഷവും സംതൃപ്തിയും തോന്നുകയാണ്. സുരേഷ് ഗോപിയുമായിട്ടുള്ള പരിചയം, അടിവേരുകളിൽ സുരേഷ് ഗോപിയാണ് വില്ലൻ. സുരേഷ് അന്നൊരു തുടക്കക്കാരൻ ആയിട്ട് വന്നിരുന്ന സമയം ഞങ്ങളുടെ ലൊക്കേഷനിൽ ഞങ്ങളുടെ ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്ത് പോലും സുരേഷ് അവിടെ അതിൻ്റെ ഒരു പാർട്ടായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. കാരണം ചില സന്ദർഭങ്ങളിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടർ എന്ന നിലയിൽ പോലും ക്ലാപ്പ് കാണിക്കാനും ഒക്കെ കാണിച്ചിട്ടുള്ളൊരു ഉത്സാഹം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതേ സൗഹൃദം തന്നെയാണ് ദൗത്യം വന്നപ്പോൾ അതിലും സുരേഷ് അതിലൊരു നായകനായി മാറിയത്. പിന്നെ ഞാൻ സുരേഷിനെ വെച്ചൊരു സുരേഷ് നായകനായി ഒരു സിനിമ ചെയ്തു, ഗംഗോത്രി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിതെല്ലാം തുടക്കകാലത്തുണ്ടായിരുന്ന ചില സൗഹൃദങ്ങൾ അങ്ങനെ തുടർന്ന് വന്നു. അതുകൊണ്ട് ഇതെല്ലാം സാധിച്ചു എന്നുള്ളതാണ്. ദൗത്യത്തിലെ ക്ലൈമാക്സ് ഫൈറ്റ്, അതായത് ബാബു ആൻ്റണിയും ലാലും തമ്മിലുള്ള ഫൈറ്റ്, ഒരുപാട് പേര് അതിനെ പ്രശംസിച്ച് പറഞ്ഞിട്ടുണ്ട്. കാരണം ബാബു ആൻ്റണി മരിച്ച ശേഷം കിടക്കുന്ന ഒരു ഷോട്ട്, വെള്ളത്തിൻ്റെ അടിയിൽ നിന്നത് അദ്ദേഹത്തിൻ്റെ മൂക്കിൽ നിന്നൊരു ബബിൾ ഇങ്ങനെ വരുന്നു എന്ന് പറയുന്നൊരു ഷോട്ടിനെ കുറിച്ച് വളരെയധികം പ്രശംസിച്ച് പലരും സംസാരിച്ചിട്ടുണ്ട്. അത് ഹൊഗനക്കൽ എന്ന് പറയുന്നൊരു സ്ഥലത്താണ് അത് ഷൂട്ട് ചെയ്തത്. അങ്ങനെ ആ സന്ദർഭത്തിൽ അവിടെ ഇങ്ങനൊരു സാധനം ചെയ്താൽ നന്നാവും എന്ന് പറഞ്ഞു. അപ്പോൾ ബാബു ആൻ്റണി അതിനു വേണ്ടിയുള്ളൊരു ശ്രമം നടത്തുകയും അദ്ദേഹം അതിൽ ഞങ്ങളോടത്ത് വളരെയധികം ഇത് ഇങ്ങനെ കിടക്കുന്നതിനും വീഴുന്നതിനും ഒക്കെ ഉള്ളൊരു മനസ്സോടുകൂടി അത് ചെയ്യുകയും ചെയ്തു. ആദ്യ സിനിമ എൻ്റെ ഓർമ്മയിൽ ഞാൻ തിയേറ്ററിൽ, കോട്ടയത്തുള്ളൊരു തിയേറ്ററിലിരുന്നാണ് ഇത് ആദ്യമായിട്ട് കണ്ടത്. ജനങ്ങളതിന് പ്രത്യേകിച്ച് പല രംഗങ്ങളിലും കൈയടിച്ച് സ്വീകരിക്കുന്നത് കണ്ടു. പ്രത്യേകിച്ച് അതിൽ ലാല് ആനയുടെ മുകളിൽ നിന്നൊരു വള്ളിയിൽ തൂങ്ങിയിട്ട് കാർത്തിക നായിക വന്ന ജീപ്പിൻ്റെ മുകളിലേക്ക് ലാൻഡ് ചെയ്യുന്നൊരു ഷോട്ടുണ്ട്. അപ്പോൾ അത് ഒരു സംവിധായകൻ എന്ന നിലയിൽ നമ്മളെ മനസ്സിന് ഒരുപാട് സംതൃപ്തി തരുന്ന ചില നിമിഷങ്ങളാണ്.